ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്, സം ആൻഡ് എനി. സം ആൻഡ് എനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മാത്രമല്ല സം എന്ന വാക്കിനോട് ചേർത്ത് പല വാക്കുകളുമുണ്ട്, സംവേർ, സംതിങ്, സംവൺ, സംബഡി എന്നൊക്കെ. അതുപോലെ തന്നെയാണ് എനി എന്ന വാക്കിനോട് ചേർത്തിട്ടും എനിബഡി, എനിവൺ, എനിത്തിങ്, എനിവേർ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സം ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസസിലാണ്. സം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് മീനിങ്. ഐ ഹാവ് സം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഐ നീഡ് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ ഇത് രണ്ടും പോസിറ്റീവ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസസിലാണ് സം ഉപയോഗിക്കുന്നത്. എനി, എനി എന്നാൽ എന്തോ, എന്തെങ്കിലും എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് നെഗറ്റീവ് സെൻറ്റൻസസിലാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്. നോക്കൂ, എനി ഉപയോഗിച്ചത് ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്, എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല എന്നാണ്. ഐ ഡോണ്ട് ഹാവ്, ഡോണ്ട്, ഡു നോട്ട് എന്നാണ്, ഡു നോട്ട് ഹാവ്. അപ്പോൾ അവിടെ നോട്ട് എന്ന ഒരു വാക്കുണ്ട്, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ എനി ഉപയോഗിക്കുക. ഐ ഡോണ്ട് ഹാവ് സം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്. ഐ ഡോണ്ട് നീഡ് എനി മണി, എനിക്ക് മണി ഒന്നും ആവശ്യമില്ല എന്നാണ്. ഐ ഡോണ്ട് നീഡ് എനി മണി. അവിടെയും ഡു നോട്ട് എന്നത് ഉപയോഗിച്ചിരിക്കുന്നു, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് എനി. ദർ ഈസ് ബ്ലാങ്ക്, സം ആൻഡ് എനി രണ്ടും ഉണ്ട്. എന്താണ് അവിടെ ബ്ലാങ്കിൽ വേണ്ടത് എന്നാണ് പറയേണ്ടത്. ദർ ഈസ് ബ്ലാങ്ക്. മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട്. അപ്പോൾ ദർ ഈസ് സം മിൽക്ക് ആണ് വേണ്ടത്, കാരണം ദർ ഈസ് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട്. ഇനി ദർ ഈസിൻറ്റ് ബ്ലാങ്ക് വെജിറ്റബിൾസ് ഇൻ ദ ഫ്രിഡ്ജ്. അവിടെ എന്താണ് ദർ ഈസിൻറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോട്ട് എന്നാണ്. വെജിറ്റബിൾസ് ഒന്നും ഫ്രിഡ്ജിലില്ല എന്നല്ലേ. അപ്പോൾ നോട്ട് എന്നാണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അവിടെ ഉപയോഗിക്കേണ്ടത് എനി. ഐ ഹാവ് ബ്ലാങ്ക് ഫ്രീ ടൈം ടുമാറോ. ഐ ഹാവ് സം വേണോ എനി വേണോ? ഐ ഹാവ് സം ഫ്രീ ടൈം ടുമാറോ, എനിക്ക് നാളെ കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ഐഡിയാസ്, ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയാസ്. ഡോണ്ട് ഉപയോഗിച്ചിരിക്കുന്നു, നെഗറ്റീവ് സെൻറ്റൻസ്, അതുകൊണ്ട് എനി. അപ്പോൾ സം എവിടെ ഉപയോഗിക്കും, എനി എവിടെ ഉപയോഗിക്കും എന്ന് മനസ്സിലായി. ഇനി സം എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന ചില വാക്കുകൾ, സംവൺ, സംബഡി, സംതിങ്, സംവേർ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണെങ്കിലും ഇതേ സെയിം റൂൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. സം ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസിലാണ്, അതുപോലെ ഈ വാക്കുകളൊക്കെ തന്നെയും ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് സെൻറ്റൻസുകളിലാണ് എന്നും ഓർക്കുക. എനി എന്ന വാക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എനിത്തിങ്, എനിവേർ, എനിബഡി, എനിവൺ എന്നൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസസിലാണ് ഉപയോഗിക്കേണ്ടത്. സംവൺ എന്ന് പറഞ്ഞാൽ ആരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നൊക്കെയുള്ള മീനിങ്ങിലാണ്. സംബഡിയും അതുപോലെ തന്നെ. ഐ നോ ബ്ലാങ്ക് ഇൻ ദുബായ്. ദുബായിൽ എനിക്ക് ഒരാളെ അറിയാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആരാണെന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെ സംവൺ ആണോ വേണ്ടത്, എനിവൺ ആണോ വേണ്ടത്? ഐ നോ സംവൺ, കാരണം പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ ഐ നോ എനിവൺ എന്ന് പറയാൻ പാടില്ല, കാരണം പോസിറ്റീവ് സെൻറ്റൻസിൽ എനിവൺ അല്ല ഉപയോഗിക്കേണ്ടത്. അതേസമയം ഐ ഡോണ്ട് നോ ബ്ലാങ്ക് ഇൻ പാരീസ്. പാരീസിൽ എനിക്ക് ആരെയും അറിയില്ല എന്നാണ്. ഐ ഡോണ്ട് നോ, നെഗറ്റീവ് സെൻറ്റൻസ്, അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത് എനിവൺ. ഐ ബോട്ട് ബ്ലാങ്ക് നൈസ് എന്ന് പറഞ്ഞാൽ അവിടെ സംതിങ് വേണോ എനിത്തിങ് വേണോ? സംതിങ് ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് സെൻറ്റൻസിലാണ്, എനിത്തിങ് ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് സെൻറ്റൻസിലുമാണ്. അപ്പോൾ ഐ ബോട്ട് സംതിങ് നൈസ്, ഞാൻ നല്ല ഒരു സാധനം, നല്ല ഒരു വസ്തു വാങ്ങി എന്നാണ് അവിടെ മീനിങ്. എന്തെങ്കിലും ഒരു വസ്തു എന്ന അർത്ഥത്തിലാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. ഐ ബോട്ട് സംതിങ് നൈസ്. ഇനി
അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഐ ഡിഡിൻറ്റ് ബൈ എന്നായിരുന്നെങ്കിൽ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഐ ഡിഡിൻറ്റ് ബൈ എനിത്തിങ് നൈസ്. നെഗറ്റീവ് സെൻറ്റൻസ് എനിത്തിങ് ഉപയോഗിച്ചു. ഇനി കുറച്ചുകൂടി സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഐ സോ ബ്ലാങ്ക് അറ്റ് ദ ഹോസ്പിറ്റൽ. ഇവിടെ എന്താണ് വേണ്ടത്? സംവൺ വേണോ എനിവൺ വേണോ? ഐ സോ സംവൺ, ഞാൻ ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടു എന്നാണ് സംവൺ. ഐ ഡിഡിൻറ്റ് സീ സംവൺ ഓർ എനിവൺ അറ്റ് ദ ഹോസ്പിറ്റൽ. നോക്കൂ, ഐ ഡിഡിൻറ്റ് സീ ആണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ വേണ്ടത് എനിവൺ. ഞാൻ ഹോസ്പിറ്റലിൽ ആരെയും കണ്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ദർ ഈസിൻറ്റ് ബ്ലാങ്ക് ഇൻ മൈ പോക്കറ്റ്. എൻ്റെ പോക്കറ്റിൽ ഒന്നും ഇല്ല എന്നാണ്. ഇവിടെ ദർ ഈസിൻറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ സംതിങ് വേണോ എനിത്തിങ് വേണോ? ദർ ഈസിൻറ്റ് എനിത്തിങ്. അടുത്തത് ദർ ഈസ് ബ്ലാങ്ക് ഇൻ മൈ ബാഗ്. അവിടെ സംതിങ് ആണ് വേണ്ടത്, കാരണം പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദർ ഈസ് സംതിങ് ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിൽ എന്തോ ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു. എനി എന്നുള്ള വാക്കിനോട് ചേർന്ന് എനിവേർ, എനിബഡി, എനിവൺ എന്നൊക്കെ വരുമ്പോൾ, അതുപോലെ സം എന്ന വാക്കിനോട് ചേർത്ത് സംതിങ്, സംവൺ, സംബഡി ഇതൊക്കെ വരുമ്പോഴൊക്കെ ആ പോസിറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന കാര്യം ഓർക്കുക. സംതിങ് അല്ലെങ്കിൽ സം എന്നോട് ചേർന്ന് വരുന്ന വാക്കുകളൊക്കെ പോസിറ്റീവ് സെൻറ്റൻസസിലും, അതുപോലെ എനി എന്നാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസസിലും ഉപയോഗിക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ എല്ലാ റൂൾസിനും ഓരോ എക്സെപ്ഷൻസ് ഉണ്ടാകുമല്ലോ. ഇവിടെയും ഉണ്ട് എക്സെപ്ഷൻ. നമ്മൾ പഠിച്ചു എനി ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസസിലാണ് എന്ന്. പക്ഷേ വേറെ ചില സന്ദർഭങ്ങളുണ്ട്. ഫ്രീ ചോയ്സ്. ഫ്രീ ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാജിക് ട്രിക്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കൂ, ഏതെങ്കിലും ഒരു ടിക്കറ്റ് എടുക്കൂ, ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കൂ എന്ന് പറയില്ലേ, അത് നമ്മുടെ ഒരു ഫ്രീ ചോയ്സ് ആണ്. അങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നമുക്ക് എനി ഉപയോഗിക്കാം. പിക്ക് എനി കാർഡ് യു ലൈക്ക്. നോക്കൂ, പിക്ക് എനി കാർഡ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് പിക്ക് ചെയ്യൂ, എടുക്കൂ എന്നാണ്. ഇവിടെ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ലല്ലോ, പക്ഷേ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് എനി ആണ്. പിക്ക് എനി കാർഡ് യു ലൈക്ക് എന്നാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകളിൽ ഫ്രീ ചോയ്സ്, അത്തരം സെൻറ്റൻസുകളിൽ നമുക്ക് എനി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയറിലിരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ഫ്രീ ചോയ്സ് ആണ്. യു ക്യാൻ സിറ്റ് ഓൺ എനി ചെയർ യു വാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയറിൽ നിങ്ങൾക്കിരിക്കാം എന്നാണ്. അവിടെയും ഒരു ഫ്രീ ചോയ്സ് അല്ലേ. അവിടെ ഉപയോഗിക്കേണ്ടത് യു ക്യാൻ സിറ്റ് ഓൺ എനി ചെയർ. സം ചെയർ അല്ല, എനി ചെയർ. യു ക്യാൻ പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് എനി വൺ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. യു ക്യാൻ പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് എനി വൺ യു ലൈക്ക്. വിത്ത് സം വൺ അല്ല, വിത്ത് എനി വൺ. ഫ്രീ ചോയ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ചില ഓഫേഴ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഓഫേഴ്സ് ആൻഡ് റിക്വസ്റ്റ്. അവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് സം ആണ്. വുഡ് യു ലൈക്ക് സം ടീ? നിങ്ങൾക്ക് കുറച്ച് ടീ ഇഷ്ടമാണോ? ടീ എടുക്കട്ടെ? ടീ ഇഷ്ടമാണോ? വുഡ് യു ലൈക്ക് സം ടീ? നോക്കൂ, സം ടീ അത് ഒരു ഓഫർ ആണ്. കുഡ് ഐ ഹാവ് സം വാട്ടർ? എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? അവിടെ അതെന്താ? അതൊരു റിക്വസ്റ്റ് ആണ്. എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? കുഡ് ഐ ഹാവ് സം വാട്ടർ? സം ആണ്, എനിയല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓഫേഴ്സ് ആൻഡ് റിക്വസ്റ്റ് ഓർക്കുക, സം ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ സാധാരണ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എനി തന്നെയാണ്. എനി. ഈസ് ദർ എനി വെജിറ്റബിൾസ് ഇൻ ദ ഫ്രിഡ്ജ് എന്നാണ്. ഈസ് ദർ സം വെജിറ്റബിൾ അല്ല, ഈസ് ദർ എനി വെജിറ്റബിൾ. അപ്പോൾ എനി വെജിറ്റബിൾ എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടോ എന്നാണ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ശരിക്കും ഒരു നോർമൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ നമുക്ക് എനി ഉപയോഗിക്കാം. അത് ഓഫറോ അല്ലെങ്കിൽ റിക്വസ്റ്റോ അല്ല. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അവിടെ എനിയാണ് ഉപയോഗിച്ചത്. കാരണം ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുമ്പോൾ അതൊരു റെഗുലർ ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധാരണ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ തന്നെയുള്ള ഒരു സെൻറ്റൻസ് ആണത്. അപ്പോൾ എനിയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഓഫറോ റിക്വസ്റ്റോ ഒന്നും അല്ല. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. ഡിഡ് യു വാച്ച് ബ്ലാങ്ക് ഗുഡ് മൂവീസ് റീസെൻ്റ്ലി? നിങ്ങൾ റീസെൻ്റായിട്ട് ഈ അടുത്ത കാലത്ത് നല്ല മൂവീസ് എന്തെങ്കിലും വാച്ച് ചെയ്തോ എന്നാണ്. അവിടെ
എനി വേണോ അല്ലെങ്കിൽ സം വേണോ? അവിടെ വേണ്ടത് എനി. ഡിഡ് യു വാച്ച് എനി ഗുഡ് മൂവീസ് റീസെൻ്റ്ലി? അത് ഒരു ഓഫർ അല്ല, അതൊരു റിക്വസ്റ്റും അല്ല, അത് ഒരു റെഗുലറായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡു യു ഹാവ് ബ്ലാങ്ക് പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? വീക്കെൻഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതൊരു ഓഫറല്ല, ഒരു റിക്വസ്റ്റും അല്ല. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, സം ആൻഡ് എനി. ഒന്നും ആലോചിക്കാനില്ല, അവിടെ വേണ്ടത് എനി. അടുത്ത ഒരു സെൻറ്റൻസ്, ക്യാൻ ഐ ഗെറ്റ് ബ്ലാങ്ക് സാലഡ്സ് വിത്ത് ദ ഫ്രൈഡ് റൈസ്? ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എനിക്ക് കുറച്ച് സാലഡ്സ് കിട്ടുമോ? ഇവിടെ ക്യാൻ ഐ ഗെറ്റ്, നോക്കൂ, അതൊരു റിക്വസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സം ആണ് ഉപയോഗിക്കേണ്ടത്. വുഡ് യു ലൈക്ക് ബ്ലാങ്ക് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്? അതിനെപ്പറ്റി ആലോചിക്കാൻ നിങ്ങൾക്ക് സമയം വേണോ എന്നാണ്, സമയം വേണമെന്നുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക് എന്നാണ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഒരു ഓഫറാണ്. അവിടെ വേണ്ടത് വുഡ് യു ലൈക്ക് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. സംവൺ, സംബഡി, സംവേർ, സംതിങ്, എനിവൺ, എനിബഡി, എനിവേർ, എനിത്തിങ്, ഇതൊക്കെ ആ സെയിം റൂൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ഗെറ്റ് സംതിങ് വേണോ, എനിത്തിങ് വേണോ? ക്യാൻ ഐ ഗെറ്റ് സംതിങ് ടു ഈറ്റ്? എനിത്തിങ് അല്ല, സംതിങ്. ആരെങ്കിലും ഈ ബോക്സസ് ഒന്ന് ക്യാരി ചെയ്യുമോ, ഒന്ന് എടുക്കുമോ എന്നാണ്. ക്യാൻ ബ്ലാങ്ക് ക്യാരി ദീസ് ബോക്സസ്? ഇവിടെ ക്യാൻ കഴിഞ്ഞിട്ട് സംവൺ വേണോ, എനിവൺ വേണോ? ഇത് ഒരു ഓഫറല്ല, പക്ഷേ ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ക്യാൻ സംവൺ, എനിവൺ അല്ല. ഇനി മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിനും, സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എനി ആണ് ഉപയോഗിക്കേണ്ടത്. ആരെങ്കിലും എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സാധാരണ ക്വസ്റ്റ്യൻ അല്ലേ. ഡിഡ് എനിവൺ കോൾ മീ? സംവൺ അല്ല. സാറ്റർഡേ നിങ്ങൾ എവിടെയെങ്കിലും പോയോ? ഡിഡ് യു ഗോ എനിവേർ ഓൺ സാറ്റർഡേ? എനിവേർ ആണ് ഉപയോഗിക്കേണ്ടത്, അതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, അത് ഓഫറോ റിക്വസ്റ്റോ ഒന്നുമല്ല. ഡിഡ് യു ഗോ എനിവേർ ഓൺ സാറ്റർഡേ? വുഡ് യു ലൈക്ക് ബ്ലാങ്ക് ടു ഈറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക്, അവിടെ അതൊരു ഓഫറല്ലേ, അപ്പോൾ വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ, ആരെയെങ്കിലും കാണുന്നുണ്ടോ? ആരെയെങ്കിലും, അപ്പോൾ സംവൺ അല്ലെങ്കിൽ എനിവൺ ആണ് ഉപയോഗിക്കേണ്ടത്. ആർ യു മീറ്റിംഗ് എനിവൺ ദീസ് ഡേയ്സ്? നോക്കൂ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർ യു മീറ്റിംഗ് എനിവൺ? ആരെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ? വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആൻസർ ആവും പ്രതീക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും വേണോ എന്ന് നമ്മളൊരാളോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആൾ എക്സ്പെക്റ്റ് ചെയ്യും, ഓ വേണമെന്നാവും ഇപ്പോൾ പറയുക എന്ന്, അല്ലെങ്കിൽ ഓ അവന് പൈസ ഒന്നും വേണ്ടെന്നാവും പറയുക. 2 തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു ഐഡിയയില്ല എന്താണ് എന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഡു യു നീഡ് എനി മണി? നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും വേണമോ എന്നല്ലേ. ഇനി ഡു യു നീഡ് സം മണി? ഡു യു നീഡ് സം മണി എന്ന് ചോദിക്കാം, ഡു യു നീഡ് എനി മണി എന്ന് ചോദിക്കാം. 2 തരത്തിലും അത് കറക്റ്റാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ആ ചോദിക്കുന്ന ആളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അയാൾക്ക് പൈസയൊന്നും വേണ്ട എന്ന് തന്നെയാകും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു നെഗറ്റീവ് ആൻസർ, വേണ്ട പൈസ വേണ്ട എന്ന് പറയുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡു യു നീഡ് എനി മണി എന്നാണ് ചോദിക്കേണ്ടത്. അതല്ല, ഓ പൈസ വേണം എന്ന് തന്നെ അവൻ പറയും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഡു യു നീഡ് സം മണി എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ 2 തരത്തിലും അത് ചോദിക്കാം. എനി ഉപയോഗിക്കാം, സം ഉപയോഗിക്കാം. പോസിറ്റീവ് ആൻസറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ സം എന്ന് ചോദിക്കാം. നെഗറ്റീവ് ആൻസറാണ്, നമ്മൾ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ലേ നമുക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എനി ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ഐഡിയയുമില്ല എന്താണ് പറയാൻ പോകുന്നത് എന്ന്, അങ്ങനെയെങ്കിൽ എനി തന്നെ ഉപയോഗിക്കുക. അതൊരു സാധാരണ ക്വസ്റ്റ്യൻ പോലെയാണ്. ഡു യു നീഡ് എനി മണി എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ന്യൂട്രൽ വേ, കാരണം നമുക്കറിയില്ല. ഇനി ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയണമല്ലോ.
ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും റെഡിയായി, ട്രാവൽ ചെയ്യേണ്ട എല്ലാ ടിക്കറ്റ്സും എല്ലാം ഓക്കെയാണ്. പക്ഷേ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ ഹോട്ടൽസൊക്കെ റെഡിയാണോ എന്ന് അറിയേണ്ടതുണ്ട്. അവൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ പറഞ്ഞത് ഒന്നും ശരിയായിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ വീക്കിൽ അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഹോട്ടൽസൊക്കെ റെഡിയായോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലെ പ്രതീക്ഷ എന്താണ്? അവന് ഹോട്ടൽസ് ഒന്നും റെഡിയായിട്ടുണ്ടാകില്ല എന്നാണ്. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്? ഡിഡ് യു ഫൈൻഡ് എനിവേർ ടു സ്റ്റേ? നമ്മുടെ മനസ്സിൽ ശരിയായിട്ടില്ല എന്നാണ്. അപ്പോൾ എനിവേർ ഉപയോഗിക്കുക. ഡിഡ് യു ഫൈൻഡ് എനിവേർ ടു സ്റ്റേ? ഇനി അതല്ല, എല്ലാം ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും, ഒരാഴ്ച കൂടി കഴിഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ് യു ഫൈൻഡ് സംവേർ ടു സ്റ്റേ എന്ന് ചോദിക്കാം. അവിടെ സംവേർ. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ഐഡിയയില്ല അവിടെ റൂം ശരിയായോ ഇല്ലയോ എന്നൊന്നും. അവനെല്ലാ പ്ലാൻസും റെഡിയാണ്, പക്ഷേ അവൻ്റെ റൂംസൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നമുക്കൊരു ഐഡിയയും ഇല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഡിഡ് യു ഫൈൻഡ് എനിവേർ ടു സ്റ്റേ? അപ്പോൾ ന്യൂട്രൽ, നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. പോസിറ്റീവ് സെൻറ്റൻസ്, അതിന് ഒരു എക്സാമ്പിളാണ് ഐ ഹാവ് സം ഐഡിയാസ്. സം ഉപയോഗിച്ചിരിക്കുന്നു. നെഗറ്റീവ് സെൻറ്റൻസ് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയാസ്. ഫ്രീ ചോയ്സ്, യു ക്യാൻ ചൂസ് എനി ഗിഫ്റ്റ്. ഇനി പൊളൈറ്റായിട്ടുള്ള ഓഫർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ വുഡ് യു ലൈക്ക് സം ടീ? സം ആണ് ഉപയോഗിക്കേണ്ടത്. അതർ ക്വസ്റ്റ്യൻസ്, ഡു യു ഹാവ് എനി പ്ലാൻസ്? എനി ഉപയോഗിക്കുക. സ്പീക്കറുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് എനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സം ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. ഡിഡ് സംവൺ കോൾ മീ? സംവൺ എന്നുപയോഗിച്ചിരിക്കുന്നത് എക്സ്പെക്റ്റിംഗ് യെസ് ആണ്. ഡിഡ് എനിവൺ കോൾ മീ എന്ന് ചോദിക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ നോ ആണെങ്കിൽ, അതല്ലെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡിഡ് എനിവൺ കോൾ മീ എന്ന് തന്നെ ചോദിക്കാം. ഇനി ഒരു ക്വിസ് ആണ് കേട്ടോ, ശ്രദ്ധിക്കൂ. ഹി ഹാസൻറ്റ് ഇൻവൈറ്റഡ് ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. ഇവിടെ സംവൺ അല്ലെങ്കിൽ എനിവൺ, ഏതാണ് വേണ്ടത്? എനിവൺ. കാരണം അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഹി ഹാസൻറ്റ് ഇൻവൈറ്റഡ്, അപ്പോൾ അവിടെ നോട്ട് എന്ന ഒരു വേർഡുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൻ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. കുഡ് ഐ ഗെറ്റ് ബ്ലാങ്ക് ഷുഗർ ഫോർ മൈ ടീ പ്ലീസ്? അതൊരു റിക്വസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് സം. എനിക്ക് എൻ്റെ ചായയ്ക്ക് കുറച്ച് ഷുഗർ കിട്ടുമോ എന്നാണ് അതിൻ്റെ മീനിങ്. യു മേ സിറ്റ് ബ്ലാങ്ക് യു ലൈക്ക്. നോക്കൂ, അത് ഒരു ഫ്രീ ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ സംവേർ ഉപയോഗിക്കാൻ പാടില്ല, എനിവേർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാം എന്നാണ്. ഐ സോ ബ്ലാങ്ക് ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ അറ്റ് ദ പാർട്ടി. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിക്കേണ്ടത് സം ആണോ എനി ആണോ? സം, കാരണം പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഡു യു നോ ബ്ലാങ്ക് ഹൂ വർക്ക്സ് ഫോർ ദിസ് കമ്പനി? ഇത് ഒരു ന്യൂട്രൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ യെസ് ആവുമോ നോ ആകുമോ എന്നൊന്നും നമുക്കറിയില്ല. ഡു യു നോ ബ്ലാങ്ക് ഹൂ വർക്ക്സ് ഫോർ ദിസ് കമ്പനി? ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ആരാ എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് എനിവൺ. ഹീ ഡസൻറ്റ് ഹാവ് ബ്ലാങ്ക് ഐഡിയ ഹൗ ടു ഗെറ്റ് ദർ. അവിടേക്ക് എത്തേണ്ടത് എങ്ങനെയെന്ന് അവന് ഒരു ഐഡിയയും ഇല്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് എനി. ഈസ് ബ്ലാങ്ക് ഗോയിങ് ടു ദ ഫെസ്റ്റിവൽ ടുമാറോ? നാളെ ഫെസ്റ്റിവലിന് പോകുന്നുണ്ടോ? അവിടെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്നല്ലേ വേണ്ടത്? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ന്യൂട്രൽ
ടൈപ്പ് ആണ് അത്. അതുകൊണ്ട് തന്നെ എനിവൺ. വുഡ് യു ലൈക്ക് ബ്ലാങ്ക് ഹെൽപ്പ് വിത്ത് യുവർ ബാഗ്സ്? വുഡ് യു ലൈക്ക് സം ഹെൽപ്പ് വിത്ത് യുവർ ബാഗ്സ്? നിങ്ങളുടെ ബാഗിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊരു ഓഫർ ആണ്, അതുകൊണ്ടാണ് സം. ഐ ഡോണ്ട് നോ ബ്ലാങ്ക് എബൌട്ട് ടെക്നോളജി. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഡോണ്ട് നോ എനിത്തിങ് എബൌട്ട് ടെക്നോളജി. ഹാസ് ബ്ലാങ്ക് ഇമെയിൽഡ് യു എബൌട്ട് ദി ഈവൻറ്റ്? ആരെങ്കിലും നിങ്ങൾക്ക് ഇമെയിൽ അയച്ചോ ഈ ഈവൻറ്റിനെ പറ്റി എന്നാണ്. അപ്പോൾ അതൊരു സാധാരണ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് തന്നെ എനിവൺ ഉപയോഗിക്കാം. അവിടെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.